നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് കാലത്തിനതീതനായ ഒരു ദൈവത്തിന്റെ സമ്പൂർണ്ണ കഥയാണ്. ആദിയും അന്ത്യവുമില്ലാത്ത അസ്തിത്വം, സൃഷ്ടിയുടെ നർത്തനം മുതൽ പ്രളയത്തിന്റെ താണ്ഡവം വരെ, ധ്യാനത്തിന്റെ പാരമ്യത്തിൽ നിന്ന് രുദ്രാവതാരത്തിന്റെ ഭയാനകത വരെ, ഒരു ജ്യോതിർലിംഗം, അനന്തമായ അവതാരങ്ങൾ, എല്ലാ വൈരുദ്ധ്യങ്ങളും ഒരുമിച്ചുൾക്കൊള്ളുന്ന പരമമായ സത്യം. വിഷം കുടിച്ച നീലകണ്ഠൻ, ഗംഗയെ ജടയിൽ വഹിക്കുന്നവൻ, കാമദേവനെ ദഹിപ്പിച്ചവൻ, പാർവതിയുടെ പ്രിയപ്പെട്ട പതി, ലോകം മുഴുവൻ ആരാധിക്കുന്ന എന്നാൽ വളരെ കുറച്ചുപേർ മാത്രം പൂർണ്ണമായി മനസ്സിലാക്കുന്ന മഹാദേവന്റെ, ശിവന്റെ ജനനം മുതൽ പ്രളയം വരെയുള്ള സമ്പൂർണ്ണ യാത്ര. ഇന്ന് രാത്രി ആ ദിവ്യരഹസ്യങ്ങൾ തുറന്നുകാട്ടാൻ ഞാനിവിടെയുണ്ട്. തുടങ്ങുന്നതിനു മുമ്പ് നിങ്ങൾ എവിടെ നിന്നാണ് ഈ വീഡിയോ കാണുന്നത്, ഏതു സമയത്താണ് എന്നോടൊപ്പം ചേരുന്നത് അറിയാൻ എനിക്ക് അതീവ ആഗ്രഹമുണ്ട്. കേരളത്തിലായാലും വിദേശത്തായാലും പകൽ സമയത്തായാലും അർദ്ധരാത്രിയിലായാലും നിങ്ങളുടെ കമന്റുകൾ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശിവഭക്തന്മാരെ, നിങ്ങളുടെ അനുഭവങ്ങൾ, ചോദ്യങ്ങൾ, ഭക്തിയുടെ നിമിഷങ്ങൾ എല്ലാം കമന്റ് സെക്ഷനിൽ പങ്കുവയ്ക്കൂ. ശരി, ഇനി നമുക്ക് പോകാം മഹാദേവന്റെ അതുല്യമായ ജീവിതയാത്രയിലേക്ക്. കഥ ആരംഭിക്കുന്നത് കാലത്തിനും സൃഷ്ടിക്കും മുമ്പാണ്. അന്ധകാരമായിരുന്നു, ശൂന്യതയായിരുന്നു. പക്ഷേ അവിടെ ഒരു പ്രകാശമുണ്ടായിരുന്നു, ഒരു ജ്യോതി, അനന്തമായ പ്രകാശം, ആരംഭവും അന്ത്യവുമില്ലാത്ത ഒരു ജ്യോതിസ്തംഭം. അതായിരുന്നു ശിവൻ, സ്വയംഭൂ, സ്വയം പ്രത്യക്ഷപ്പെട്ടവൻ. പുരാണങ്ങൾ പറയുന്നു, ഒരിക്കൽ ബ്രഹ്മാവും വിഷ്ണുവും തമ്മിൽ വാദപ്രതിവാദമുണ്ടായി. ഞാനാണ് ശ്രേഷ്ഠൻ എന്ന് ബ്രഹ്മാവ് പറഞ്ഞു. ഞാനാണ് സ്രഷ്ടാവ്, അല്ല, ഞാനാണ് മഹാനായ ദേവൻ എന്ന് വിഷ്ണു മറുപടി നൽകി. ഞാനാണ് പാലകൻ. അപ്പോൾ അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു ഒരു അഗ്നിസ്തംഭം. അതിന് ആദിയുമില്ല, അന്ത്യവുമില്ല. മുകളിലേക്കും താഴേക്കും അനന്തമായി നീണ്ടുകിടക്കുന്ന ഒരു ജ്യോതി. വിഷ്ണു വരാഹരൂപമെടുത്ത് താഴേക്ക് യാത്രയാരംഭിച്ചു. ബ്രഹ്മാവ് ഹംസരൂപമെടുത്ത് മുകളിലേക്ക് പറന്നു. വിഷ്ണു 1000 യോജനം താഴേക്ക് പോയി, 2000 യോജനം, 10000 യോജനം. പക്ഷേ അന്ത്യം കണ്ടില്ല. ബ്രഹ്മാവ് 1000 യോജനം മുകളിലേക്ക് പറന്നു, 2000 യോജനം, 10000 യോജനം. പക്ഷേ അന്ത്യം കണ്ടില്ല. അനന്തകാലം കഴിഞ്ഞപ്പോൾ വിഷ്ണു മടങ്ങി വന്നു. എനിക്ക് അന്ത്യം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് അദ്ദേഹം സത്യസന്ധമായി സമ്മതിച്ചു. പക്ഷേ ബ്രഹ്മാവ് അഹങ്കാരത്താൽ കീഴടങ്ങാൻ തയ്യാറായില്ല. കേതകി പുഷ്പത്തെ സാക്ഷിയാക്കി അദ്ദേഹം പറഞ്ഞു, ഞാൻ അന്ത്യം കണ്ടെത്തി. ഇത് വ്യാജമായിരുന്നു, ഒരു നുണയായിരുന്നു. അപ്പോൾ ആ ജ്യോതിസ്തംഭം പിളർന്നു തുറന്നു. അകത്തുനിന്ന് പ്രത്യക്ഷപ്പെട്ടത് മഹാദേവനെ, ശിവനെ, പരമേശ്വരനെ. അദ്ദേഹത്തിന്റെ രൂപം വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ പറ്റാത്ത ഭവ്യത. 3 കണ്ണുകൾ, ജടയിൽ ചന്ദ്രകല, നീലകണ്ഠത്തിൽ വിഷത്തിന്റെ പ്രഭ, ഭസ്മം പൂശിയ ശരീരം, സർപ്പങ്ങൾ ആഭരണങ്ങളായി. ശിവൻ ബ്രഹ്മാവിനെ നോക്കി പറഞ്ഞു, നീ വ്യാജം പറഞ്ഞു. അഹങ്കാരം നിന്റെ പതനമായിരിക്കും. ആ നിമിഷം മുതൽ ബ്രഹ്മാവിന് ക്ഷേത്രങ്ങളിൽ പൂജ ലഭിക്കാതെ പോയി. കേതകി പുഷ്പം ശിവപൂജയ്ക്ക് വിലക്കപ്പെട്ടു. പക്ഷേ വിഷ്ണുവിനെ ശിവൻ അനുഗ്രഹിച്ചു. നീ സത്യസന്ധനാണ്, നിനക്കെന്റെ പകുതി ശക്തി ലഭിക്കും, നീ പാലകനായിരിക്കും. ഇതായിരുന്നു ശിവന്റെ ആദ്യ പ്രത്യക്ഷത, സത്യത്തിന്റെ സംരക്ഷകനായി, അഹങ്കാരത്തിന്റെ ശിക്ഷകനായി. ഇനി നമുക്ക് മനസ്സിലാക്കാം ശിവൻ ആരാണെന്ന്. ശിവ എന്ന വാക്കിന് സംസ്കൃതത്തിലർത്ഥം മംഗളകരം, ശുഭകരം, കല്യാണമായത് എന്നൊക്കെയാണ്. പക്ഷെ ഇവിടെ ഒരു വലിയ വിരോധാഭാസമുണ്ട്. മംഗളകരനായ ദേവനാണ് ശിവനെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം ശ്മശാനങ്ങളിൽ വസിക്കുന്നു? എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ കഴുത്തിൽ സർപ്പമാല? എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വിഭൂതി പൂശിയിരിക്കുന്നു? എന്തുകൊണ്ട് അദ്ദേഹം സംഹാരകനായി അറിയപ്പെടുന്നു? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തന്നെയാണ് ശിവന്റെ യഥാർത്ഥ തത്വത്തിലേക്കുള്ള വാതിൽ. കാരണം ശിവൻ കേവലം ഒരു ദേവതയല്ല, അദ്ദേഹം ഒരു തത്വമാണ്, ഒരു പ്രതീകമാണ്, പരമമായ സത്യത്തിന്റെ പ്രതിനിധിയാണ്. ഹിന്ദു ദർശനം പറയുന്നത് 3 പ്രധാന ദേവന്മാരെക്കുറിച്ചാണ്: ബ്രഹ്മാവ്, സ്രഷ്ടാവ്; വിഷ്ണു, പരിപാലകൻ; ശിവൻ, സംഹാരകൻ. ഈ 3 പേരും ചേർന്നാണ് ത്രിമൂർത്തികളെന്നറിയപ്പെടുന്നത്. പക്ഷെ ശിവന് മറ്റ് 2 ദേവന്മാരിൽ നിന്നും വ്യത്യസ്തമായ ഒരു സ്ഥാനമുണ്ട്. ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നു, വിഷ്ണു സംരക്ഷിക്കുന്നു. പക്ഷെ ശിവൻ സൃഷ്ടിക്കുകയും ചെയ്യുന്നു, സംഹരിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം നടരാജനായി പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു, താണ്ഡവം നിർത്തുമ്പോൾ അതിനെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഇതാണ് ശിവന്റെ മഹത്വം. അദ്ദേഹം ജീവിതത്തിന്റെയും മരണത്തിന്റെയും ആരംഭത്തിന്റെയും അന്ത്യത്തിന്റെയും അധിപതിയാണ്. ശിവനെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ വൈരുദ്ധ്യങ്ങളെ സ്വീകരിക്കേണ്ടതുണ്ട്. അദ്ദേഹം യോഗിയാണ്, എന്നാൽ പാർവതിയുടെ ഭർത്താവുമാണ്. അദ്ദേഹം സന്യാസിയാണ്, എന്നാൽ ഗൃഹസ്ഥനുമാണ്. അദ്ദേഹം കൈലാസത്തിൽ ധ്യാനിക്കുന്നു,
എന്നാൽ ശ്മശാനത്തിലും വസിക്കുന്നു. അദ്ദേഹം നിശ്ചലനാണ്, എന്നാൽ നടരാജനായി നൃത്തം ചെയ്യുന്നു. അദ്ദേഹം സൗമ്യനാണ്, എന്നാൽ രുദ്രനായി ഉഗ്രനുമാണ്. ഈ വൈരുദ്ധ്യങ്ങൾ തെറ്റല്ല, ഇതാണ് ശിവത്വം. ജീവിതം തന്നെ വൈരുദ്ധ്യങ്ങളുടെ സംഗമമാണ്. സന്തോഷവും ദുഃഖവും, ജനനവും മരണവും, പ്രകാശവും ഇരുട്ടും. ശിവൻ ഈ എല്ലാ വൈരുദ്ധ്യങ്ങളെയും ഉൾക്കൊള്ളുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പൂർണ്ണനായത്. ശിവന്റെ ഏറ്റവും ആഴമേറിയ രൂപങ്ങളിലൊന്നാണ് അർദ്ധനാരീശ്വരൻ. പകുതി പുരുഷൻ, പകുതി സ്ത്രീ, പകുതി ശിവൻ, പകുതി പാർവതി. എന്തുകൊണ്ട് ഈ രൂപം? കാരണം സൃഷ്ടി എന്നത് പുരുഷനും പ്രകൃതിയും തമ്മിലുള്ള സംഗമമാണ്. ശിവശക്തി എന്ന് പറയുമ്പോൾ ശിവൻ ശക്തിയില്ലാതെ ശവമാണ്. ശക്തി ശിവനില്ലാതെ ഊർജം മാത്രമാണ്, ദിശയില്ലാത്ത ശക്തിയാണ്. രണ്ടും ചേരുമ്പോൾ മാത്രമേ സൃഷ്ടി സാധ്യമാകൂ. അർദ്ധനാരീശ്വരൻ എന്ന രൂപം പഠിപ്പിക്കുന്നത് പുരുഷനും സ്ത്രീയും വേറിട്ടവരല്ല, പരസ്പര പൂരകങ്ങളാണ്. ഈ പ്രപഞ്ചത്തിൽ സ്ത്രീത്വവും പുരുഷത്വവും തുല്യമായി പ്രധാനമാണ്. ഇനി നമുക്ക് കാണാം ശിവന്റെ പ്രധാന പ്രതീകങ്ങൾ എന്തൊക്കെയാണെന്ന്. ശിവന്റെ മൂന്നാം കണ്ണ് ജ്ഞാനത്തിന്റെ പ്രതീകമാണ്. ഈ കണ്ണു തുറക്കുമ്പോൾ അജ്ഞാനം നശിക്കുന്നു. കാമദേവനെ ദഹിപ്പിച്ചത് ഈ മൂന്നാം കണ്ണുകൊണ്ടാണ്. ജടയിലെ ചന്ദ്രകല സമയത്തിന്റെ നിയന്ത്രണത്തെ സൂചിപ്പിക്കുന്നു. ചന്ദ്രൻ സമയത്തെ അളക്കുന്നു. ശിവൻ സമയത്തിന്റെ അധിപതിയാണ്. ഗംഗ ജടയിൽ പരിശുദ്ധിയുടെയും ജീവന്റെയും പ്രതീകം. ഗംഗ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുമ്പോൾ അതിന്റെ ശക്തി താങ്ങാൻ ഭൂമിക്ക് കഴിയില്ല. ശിവൻ തന്റെ ജടയിൽ ഗംഗയെ സ്വീകരിച്ച് സാവധാനം ഭൂമിയിലേക്ക് വിട്ടയച്ചു. നീലകണ്ഠം ത്യാഗത്തിന്റെ പ്രതീകം. പാലാഴി മഥനത്തിലുണ്ടായ വിഷം ലോകത്തെ നശിപ്പിക്കാൻ പോകുകയായിരുന്നു. ശിവൻ ആ വിഷം കുടിച്ചു, പക്ഷേ വിഴുങ്ങിയില്ല. കഴുത്തിൽ നിർത്തിവെച്ചു. ലോകത്തെ രക്ഷിക്കാൻ സ്വയം വിഷം സഹിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിന് നീലകണ്ഠൻ എന്നു പേരായി. സർപ്പാഭരണങ്ങൾ ഭയത്തെ കീഴടക്കുന്നതിന്റെ പ്രതീകം. മനുഷ്യർ ഏറ്റവും ഭയപ്പെടുന്ന സർപ്പങ്ങളെ ശിവൻ ആഭരണമാക്കി ധരിക്കുന്നു. വിഭൂതി മരണത്തിന്റെയും അനിത്യതയുടെയും പ്രതീകം. ശവം ചുട്ടാൽ കിട്ടുന്ന ചാരമാണ് വിഭൂതി. എല്ലാം അവസാനിക്കുന്നത് ചാരമായാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഡമരു സൃഷ്ടിയുടെ ശബ്ദം. നടരാജൻ നൃത്തം ചെയ്യുമ്പോൾ ഡമരുവിന്റെ ശബ്ദത്തിൽ നിന്നാണ് സൃഷ്ടിയുണ്ടാകുന്നത്. ത്രിശൂലം 3 ശക്തികളെ പ്രതിനിധീകരിക്കുന്നു. സൃഷ്ടി, പരിപാലനം, സംഹാരം, അല്ലെങ്കിൽ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി. ഇനി നമുക്ക് കേൾക്കാം സതിയുടെയും പാർവതിയുടെയും കഥ. ശിവന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായമാണിത്. ദക്ഷ പ്രജാപതിയുടെ മകളായിരുന്നു സതി. അവൾ ബാല്യം മുതൽ ശിവനെ ആരാധിച്ചു. കഠിനമായ തപസ്സിലൂടെ ശിവനെ പതിയായി നേടി. ദക്ഷൻ ശിവനെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. കാരണം ശിവൻ സാധാരണ ദേവന്മാരെ പോലെയല്ല. അദ്ദേഹം ശ്മശാനവാസിയാണ്, വിഭൂതി പൂശിയവനാണ്, സർപ്പങ്ങളാൽ അലങ്കരിച്ചവനാണ്. ഇത് ദക്ഷന് ബഹുമാനക്കുറവായി തോന്നി. ഒരിക്കൽ ദക്ഷൻ ഒരു വലിയ യജ്ഞം സംഘടിപ്പിച്ചു. എല്ലാ ദേവന്മാരെയും ക്ഷണിച്ചു. പക്ഷേ ശിവനെയും സതിയെയും ക്ഷണിച്ചില്ല. ഇത് സതിക്ക് വലിയ അപമാനമായി. അവൾ ശിവനോട് പറഞ്ഞു, എന്റെ പിതാവിന്റെ യജ്ഞത്തിൽ ഞാൻ പോകണം. ശിവൻ മറുപടി പറഞ്ഞു, നിന്നെ ക്ഷണിക്കാത്തിടത്ത് പോകരുത്, അത് അപമാനം മാത്രം കൊണ്ടുവരും. പക്ഷെ സതി കേട്ടില്ല. അവൾ യജ്ഞസ്ഥലത്തെത്തി. അവിടെ ദക്ഷൻ തന്റെ മകളെ സ്വാഗതം ചെയ്യാതെ ശിവനെ അപമാനിച്ചുകൊണ്ട് സംസാരിച്ചു. ആ ശ്മശാനവാസി, ആ നഗ്നൻ, ആ ഭൂതഗണങ്ങളുടെ നായകൻ എന്നൊക്കെ വിളിച്ചു. സതിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾ പറഞ്ഞു, നിങ്ങൾ ശിവനെ അപമാനിച്ചു. ഈ ശരീരം നിങ്ങളിൽ നിന്ന് ജനിച്ചതാണ്. ഈ ശരീരം എനിക്ക് വേണ്ട. അവൾ യോഗാഗ്നിയിൽ സ്വയം ദഹിച്ചു മരിച്ചു. ഈ വാർത്ത കേട്ടപ്പോൾ ശിവൻ അസഹനീയമായ ദുഃഖം. അദ്ദേഹം വീരഭദ്രനെ സൃഷ്ടിച്ചയച്ചു. വീരഭദ്രൻ യജ്ഞം നശിപ്പിച്ചു. ദക്ഷന്റെ ശിരസ്സു വെട്ടി. ശിവൻ സതിയുടെ ശരീരമെടുത്ത് താണ്ഡവമാടാൻ തുടങ്ങി. ലോകം നശിക്കാൻ തുടങ്ങി. വിഷ്ണു സുദർശന ചക്രമെറിഞ്ഞ് സതിയുടെ ശരീരം 51 കഷ്ണങ്ങളാക്കി മാറ്റി. ആ കഷ്ണങ്ങൾ വീണിടങ്ങളാണ് ഇന്ന് ശക്തിപീഠങ്ങൾ. ശിവൻ കൈലാസത്തിൽ പോയി ധ്യാനത്തിലേർപ്പെട്ടു. ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞു. സതി വീണ്ടും ജനിച്ചു. ഹിമവാന്റെയും മൈനയുടെയും മകളായി. പേര് പാർവതി. അവളും സതിയെപ്പോലെ ശിവനെ ആരാധിച്ചു. കഠിനമായ തപസ്സു ചെയ്തു. പക്ഷെ ശിവൻ ധ്യാനത്തിൽ നിന്നുണരുന്നില്ല. അപ്പോൾ ദേവന്മാർ കാമദേവനെ അയച്ചു. കാമദേവൻ തന്റെ പുഷ്പബാണം ശിവനിലേക്ക് എയ്തു. ശിവൻ ധ്യാനത്തിൽ നിന്നുണർന്നു. ക്രോധത്തോടെ മൂന്നാം കണ്ണ് തുറന്നു. കാമദേവൻ ചാരമായി. പക്ഷെ പാർവതിയുടെ തപസ്സും ഭക്തിയും കണ്ട് ശിവന് സന്തോഷം. അദ്ദേഹം കാമദേവനെ വീണ്ടും ജീവിപ്പിച്ചു. പാർവതിയെ വിവാഹം ചെയ്തു. ഈ വിവാഹം വളരെ പ്രത്യേകമായിരുന്നു. യോഗിയായ ശിവൻ
ഗൃഹസ്ഥനായി. സന്യാസിയും ഭോക്താവും ഒരുമിച്ചു നിന്നു. ഇതാണ് ശിവന്റെ മഹത്വം. അദ്ദേഹം എല്ലാ വിരുദ്ധതകളെയും ഒന്നിപ്പിക്കുന്നു. പാർവതിയും ശിവനും ചേർന്ന് കൈലാസത്തിൽ സന്തോഷത്തോടെ കഴിഞ്ഞു. അവർക്ക് 2 പുത്രന്മാർ ജനിച്ചു, ഗണപതിയും സുബ്രഹ്മണ്യനും. ഗണപതിയുടെ കഥ വളരെ രസകരമാണ്. പാർവതി സ്വന്തം ശരീരത്തിലെ ഉപ്പുകൊണ്ട് ഒരു ബാലനെ സൃഷ്ടിച്ചു. അതായിരുന്നു ഗണപതി. ഒരിക്കൽ പാർവതി സ്നാനം ചെയ്യാൻ പോകുമ്പോൾ ഗണപതിയോട് വാതിൽ കാക്കാൻ പറഞ്ഞു. ശിവൻ വന്നപ്പോൾ ഗണപതി അകത്തേക്ക് വിടാതെ തടഞ്ഞു. ശിവന് ക്രോധം വന്നു. ഗണപതിയുടെ തല വെട്ടി. പാർവതി ദുഃഖിച്ചു. ശിവൻ തന്റെ ഗണങ്ങളോട് പറഞ്ഞു, ആദ്യം കാണുന്ന ജീവിയുടെ തല കൊണ്ടുവരാൻ. അവർ ഒരാനയുടെ തല കൊണ്ടുവന്നു. ശിവൻ അത് ഗണപതിയുടെ ശരീരത്തിൽ വെച്ച് ജീവിപ്പിച്ചു. അങ്ങനെ ഗണപതിക്ക് ആനമുഖം ലഭിച്ചു. ശിവൻ അവനെ എല്ലാ ഗണങ്ങളുടെയും നായകനാക്കി. അതുകൊണ്ട് ഗണപതി എന്നു പേര്. സുബ്രഹ്മണ്യന്റെ ജനനവും അതുല്യമാണ്. താരകാസുരൻ എന്ന അസുരൻ ലോകത്തെ ഭരിമിച്ചു. ബ്രഹ്മാവിൽ നിന്ന് അദ്ദേഹത്തിനൊരു വരം ലഭിച്ചു. ശിവന്റെ പുത്രൻ മാത്രമേ അവനെ കൊല്ലാൻ കഴിയൂ. പക്ഷേ ശിവൻ സന്യാസിയായിരുന്നു. അതുകൊണ്ട് താരകാസുരൻ നിർഭയനായി. പക്ഷേ ശിവനും പാർവതിയും വിവാഹം കഴിച്ചതിനു ശേഷം അവരുടെ തേജസ്സിൽ നിന്ന് 6 കുഞ്ഞുങ്ങൾ ജനിച്ചു. കാർത്തികേയ നക്ഷത്രത്തിൽ ജനിച്ചതുകൊണ്ട് അവർ കാർത്തികേയൻ എന്നറിയപ്പെട്ടു. പാർവതി ആ 6 കുഞ്ഞുങ്ങളെയും ചേർത്ത് ഒന്നാക്കി. 6 മുഖങ്ങളുള്ള ഒരു ദേവനായി. അദ്ദേഹത്തിന് ഷൺമുഖൻ എന്നു പേരായി. സുബ്രഹ്മണ്യൻ ദേവസേനയുടെ നായകനായി താരകാസുരനെ വധിച്ചു. അതുകൊണ്ട് സേനാനി എന്നും അറിയപ്പെടുന്നു. ഇനി നമുക്ക് കേൾക്കാം മഹാഭാരതകാലത്തെ ശിവന്റെ പങ്ക്. അർജുനന് പാശുപതാസ്ത്രം വേണമായിരുന്നു. അതിന് ശിവന്റെ അനുഗ്രഹം ആവശ്യമായിരുന്നു. അർജുനൻ കഠിനമായ തപസ്സു ചെയ്തു. ശിവൻ ഒരു വേടനായി വന്ന് അർജുനനെ പരീക്ഷിച്ചു. ഒരു പന്നിയെ 2 പേരും ഒരേ സമയം കൊന്നു. ആരുടെ അമ്പ് എന്ന് തർക്കം. പോരായി. യുദ്ധത്തിൽ ശിവൻ വിജയിച്ചു. പിന്നീട് ശിവൻ തന്റെ യഥാർത്ഥ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അർജുനന് പാശുപതാസ്ത്രം നൽകി. ഈ അസ്ത്രം മഹാഭാരത യുദ്ധത്തിൽ വളരെ പ്രധാനമായിരുന്നു. രാവണന്റെ കഥയും ശിവനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രാവണൻ മഹാനായ ശിവഭക്തനായിരുന്നു. അദ്ദേഹം കൈലാസത്തെ തന്നെ ഉയർത്താൻ ശ്രമിച്ചു. ശിവൻ തന്റെ കാൽവിരൽ കൊണ്ട് കൈലാസത്തെ അമർത്തി. രാവണന്റെ കൈ അതിനടിയിൽ കുടുങ്ങി. വേദനയിൽ രാവണൻ ആർത്തുവിളിച്ചു. അതായിരുന്നു ശിവതാണ്ഡവസ്തോത്രം. ഈ സ്തോത്രം കേട്ട് ശിവൻ സന്തോഷിച്ചു. അദ്ദേഹം രാവണനെ വിട്ടയച്ചു. ചന്ദ്രഹാസ് എന്ന വാൾ സമ്മാനമായി നൽകി. ഇനി നമുക്ക് കാണാം ശിവന്റെ കൃപയുടെ കഥകൾ. മാർക്കണ്ഡേയന്റെ കഥ വളരെ പ്രസിദ്ധമാണ്. മാർക്കണ്ഡേയന് 16 വയസ്സിൽ മരിക്കണം എന്ന് വിധി. അദ്ദേഹം ശിവനെ ആരാധിച്ചു. മരണദേവനായ യമൻ വന്നപ്പോൾ മാർക്കണ്ഡേയൻ ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ചു. യമൻ അവനെ പിടിക്കാൻ കയറിട്ടു. ശിവൻ ലിംഗത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടു. യമനെ ചവിട്ടിക്കൊന്നു. മാർക്കണ്ഡേയന് ചിരഞ്ജീവിത്വം നൽകി. ഇതുകൊണ്ട് ശിവൻ കാലഹരൻ, മരണത്തെ കീഴടക്കിയവൻ എന്നറിയപ്പെട്ടു. ഭസ്മാസുരന്റെ കഥയും രസകരമാണ്. ഭസ്മാസുരൻ ശിവനെ തപസ്സുകൊണ്ട് പ്രസാദിപ്പിച്ചു. വരം ചോദിച്ചു. ഞാൻ ആരുടെ തലയിൽ കൈവച്ചാലും അവർ ചാരമാകണം. ശിവൻ വരം കൊടുത്തു. പക്ഷേ ഭസ്മാസുരൻ ശിവനെ തന്നെ പിടിക്കാൻ വന്നു. ശിവൻ ഓടി രക്ഷപ്പെട്ടു. വിഷ്ണു മോഹിനിയായി വന്ന് ഭസ്മാസുരനെ നൃത്തത്തിലേർപ്പെടുത്തി. നൃത്തത്തിനിടയിൽ മോഹിനി സ്വന്തം തലയിൽ കൈവച്ചു. ഭസ്മാസുരനും അനുകരിച്ചു. സ്വന്തം തലയിൽ കൈവച്ച് ചാരമായി. ഗംഗയുടെ അവതരണവും ശിവനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സഗരചക്രവർത്തിയുടെ 60,000 പുത്രന്മാർ കപിലമഹർഷിയുടെ ശാപത്താൽ ചാരമായി. അവരെ രക്ഷിക്കാൻ ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരണം. സഗരന്റെ പൗത്രനായ ഭഗീരഥൻ കഠിനമായ തപസ്സുകൊണ്ട് ഗംഗയെ ഭൂമിയിലേക്കിറക്കി. പക്ഷേ ഗംഗയുടെ ശക്തി വളരെ വലുതായിരുന്നു. നേരിട്ട് ഭൂമിയിൽ വീണാൽ ഭൂമി നശിക്കും. അതുകൊണ്ട് ശിവൻ തന്റെ ജടയിൽ ഗംഗയെ സ്വീകരിച്ചു. പിന്നീട് സാവധാനം പുറത്തേക്ക് വിട്ടു. ഗംഗ ഭൂമിയിലേക്കൊഴുകി. സഗരന്റെ പുത്രന്മാർക്ക് മോക്ഷം ലഭിച്ചു. അതുകൊണ്ട് ഗംഗയെ ഭാഗീരഥി എന്നും വിളിക്കുന്നു. ത്രിപുരാസുര സംഹാരവും ശിവന്റെ പ്രധാന കഥകളിലൊന്നാണ്. 3 അസുരന്മാർ, താരകാക്ഷൻ, കമലാക്ഷൻ, വിദ്യുന്മാലി, കഠിനമായ തപസ്സു ചെയ്തു. ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ട് വരം നൽകാൻ തയ്യാറായി. അവർ ചോദിച്ചു, ഞങ്ങൾക്ക് 3 പട്ടണങ്ങൾ വേണം. സ്വർണം, വെള്ളി, ഇരുമ്പുകൊണ്ട് നിർമ്മിച്ചത്, ആകാശത്ത് സഞ്ചരിക്കുന്നവ. ഈ 3 പട്ടണങ്ങളും
ഒരു നേരത്ത് മാത്രം ഒരേ നിരയിൽ വരൂ. അപ്പോൾ ഒരൊറ്റ അമ്പുകൊണ്ട് 3 നശിപ്പിക്കാൻ കഴിയുന്നവന് മാത്രമേ ഞങ്ങളെ കൊല്ലാൻ കഴിയൂ. ഇതസാധ്യമെന്ന് കരുതി അവർ നിർഭയരായി ലോകത്തെ ഭരിമിച്ചു. ദേവന്മാർ ശിവനെ സമീപിച്ചു. ശിവനൊരു പ്രത്യേക രഥം നിർമ്മിച്ചു. ഭൂമിരഥം, സൂര്യനും ചന്ദ്രനും ചക്രങ്ങൾ, മേരുപർവ്വതം വില്ല്, വാസുകിപ്പാമ്പ് നാണ്, വിഷ്ണു അമ്പ്. ആ 3 പട്ടണങ്ങളും ഒരു നിരയിൽ വരുന്ന നിമിഷത്തിൽ ശിവനൊരൊറ്റ അമ്പെയ്തു. 3 നശിച്ചു. അതുകൊണ്ട് ശിവന് ത്രിപുരാന്തകൻ എന്നു പേര്. അന്ധകാസുരവധവും ശിവന്റെ ശക്തിയുടെ തെളിവാണ്. അന്ധകൻ എന്ന അസുരൻ വളരെ ശക്തനായിരുന്നു. അദ്ദേഹം പാർവതിയെ കാണുകയും അവളെ ആഗ്രഹിക്കുകയും ചെയ്തു. ശിവനോട് യുദ്ധം ചെയ്തു. ശിവൻ ത്രിശൂലം കൊണ്ട് അന്ധകനെ കുത്തി. പക്ഷേ അന്ധകനൊരു വരമുണ്ടായിരുന്നു. അവന്റെ രക്തത്തിന്റെ ഓരോ തുള്ളി ഭൂമിയിൽ വീണാലും പുതിയ അന്ധകന്മാർ സൃഷ്ടിക്കപ്പെടും. ശിവൻ അവനെ ത്രിശൂലത്തിൽ തന്നെ പിടിച്ചു നിർത്തി, രക്തം നിലത്തു വീഴാതെ. മാതൃകകൾ രക്തം കുടിച്ചു. ഒടുവിൽ അന്ധകൻ ശിവനെ സ്തുതിച്ചു. ശിവൻ അവനെ തന്റെ ഗണപ്രമുഖനാക്കി, ഭൈരവൻ എന്ന പേരിൽ. നടരാജരൂപം ശിവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങളിൽ ഒന്നാണ്. ചിദംബരത്തിൽ ശിവൻ നടരാജനായി നൃത്തം ചെയ്യുന്നു. ഈ നൃത്തത്തിന് 5 അർത്ഥങ്ങളുണ്ട്. സൃഷ്ടി, പ്രപഞ്ചത്തിന്റെ സൃഷ്ടി; സ്ഥിതി, അതിന്റെ നിലനിൽപ്പ്; സംഹാരം, നാശം; തിരോഭാവം, മായയുടെ മറവ്; അനുഗ്രഹം, മോക്ഷം. നടരാജൻ ഒരു കാലിൽ നിൽക്കുന്നു, സന്തുലിതാവസ്ഥയുടെ പ്രതീകം. മറ്റേ കാൽ ഉയർത്തിയിരിക്കുന്നു, മോക്ഷത്തിലേക്കുള്ള വഴി. ഡമരു, സൃഷ്ടിയുടെ ശബ്ദം; അഗ്നി, സംഹാരത്തിന്റെ ചിഹ്നം; ചുറ്റുമുള്ള വളയം, പ്രപഞ്ചത്തിന്റെ ചക്രം. കാലിനടിയിൽ അപസ്മാരപുരുഷൻ, അജ്ഞാനത്തെ ചവിട്ടിത്താഴ്ത്തുന്നു. പാലാഴിമഥനം ശിവന്റെ ത്യാഗത്തിന്റെ ഉത്തമ ഉദാഹരണമാണ്. ദേവന്മാരും അസുരന്മാരും ചേർന്ന് പാൽക്കടൽ കടഞ്ഞു, അമൃതം ലഭിക്കാൻ വേണ്ടി. മന്ദനപർവ്വതം മഥനിക്കോലായും വാസുകിപ്പാമ്പ് കയറായും ഉപയോഗിച്ചു. മഥനത്തിൽ ആദ്യം പുറത്തുവന്നത് ഹാലാഹലവിഷം. ഈ വിഷം ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ പര്യാപ്തമായിരുന്നു. എല്ലാവരും പരിഭ്രാന്തരായി. ശിവൻ ആ വിഷം എടുത്തുകുടിച്ചു. പക്ഷെ വിഴുങ്ങിയില്ല, കഴുത്തിൽ നിർത്തിവെച്ചു. വിഷത്തിന്റെ ചൂട് കഴുത്തു നീലമാക്കി. അതുകൊണ്ട് നീലകണ്ഠൻ എന്നു പേര്. ലോകത്തെ രക്ഷിക്കാൻ സ്വയം വേദന സഹിച്ചു. ഇതാണ് ശിവന്റെ കരുണ. അയ്യപ്പന്റെ ജനനവും ശിവനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മഹിഷാസുരന്റെ സഹോദരി മഹിഷിക്ക് ഒരു വരമുണ്ടായിരുന്നു. ഹരിഹരപുത്രനു മാത്രമേ അവളെ കൊല്ലാൻ കഴിയൂ. അതായത് വിഷ്ണുവിന്റെയും ശിവന്റെയും പുത്രൻ. ഇതസാധ്യമെന്നവൾ കരുതി. ഭസ്മാസുരന്റെ സമയത്ത് വിഷ്ണു മോഹിനിയായി വന്നിരുന്നു. ശിവൻ മോഹിനിയെ കണ്ടപ്പോൾ ആകർഷിക്കപ്പെട്ടു. അവരുടെ സംഗമത്തിൽ നിന്ന് ഹരിഹരപുത്രൻ ശാസ്താവ് അയ്യപ്പൻ ജനിച്ചു. അദ്ദേഹം മഹിഷിയെ വധിച്ചു. ശബരിമലയിൽ അയ്യപ്പനായി ആരാധിക്കപ്പെടുന്നു. ലിംഗോദ്ഭവത്തിന്റെ കഥ വളരെ പ്രധാനമാണ്. ശിവൻ രൂപരഹിതനാണ്, സ്വരൂപരഹിതനാണ്. അതുകൊണ്ടാണ് ലിംഗമായി ആരാധിക്കപ്പെടുന്നത്. ലിംഗം ആരംഭവും അന്ത്യവുമില്ലാത്തതിന്റെ പ്രതീകമാണ്. എല്ലാ രൂപങ്ങളെയും ഉൾക്കൊള്ളുന്നു. എല്ലാ രൂപങ്ങൾക്കും അതീതവുമാണ്. 12 ജ്യോതിർലിംഗങ്ങൾ വളരെ പ്രസിദ്ധമാണ്. സോമനാഥ്, മല്ലികാർജുന, മഹാകാലേശ്വർ, ഓംകാരേശ്വർ, കേദാരനാഥ്, ഭീമശങ്കർ, വിശ്വനാഥ്, ത്രിയംബകേശ്വർ, വൈദ്യനാഥ്, നാഗേശ്വർ, രാമേശ്വരം, കൃഷ്ണേശ്വർ. ഈ 12 സ്ഥലങ്ങളിലും ശിവൻ സ്വയം പ്രത്യക്ഷപ്പെട്ടതായി വിശ്വസിക്കപ്പെടുന്നു. ശിവന്റെ ഭക്തന്മാരുടെ കൃതകളും അതിശയകരമാണ്. കണ്ണപ്പൻ എന്ന വേടൻ ശിവഭക്തനായിരുന്നു. അദ്ദേഹം ശിവലിംഗത്തിന് തന്റെ വായിൽ ചവച്ച ഇറക്കി സമർപ്പിച്ചു. അദ്ദേഹത്തിന്റെ പക്കൽ വെള്ളമില്ലായിരുന്നു. അതുകൊണ്ട് വായിൽ നിന്ന് ഉമിനീർ തളിച്ചു. ബ്രാഹ്മണർ ഇത് കണ്ട് ദേഷ്യപ്പെട്ടു. പക്ഷേ ശിവൻ കണ്ണപ്പന്റെ ഭക്തി മനസ്സിലാക്കി. ഒരു ദിവസം ലിംഗത്തിന്റെ കണ്ണിൽ നിന്ന് രക്തം വന്നു. കണ്ണപ്പൻ സ്വന്തം കണ്ണെടുത്ത് ലിംഗത്തിൽ വെച്ചു. മറ്റേ കണ്ണിൽ നിന്നും രക്തം വന്നു. അദ്ദേഹം മറ്റേ കണ്ണും എടുക്കാൻ പോയി. അപ്പോൾ ശിവൻ പ്രത്യക്ഷപ്പെട്ട് അവനെ അനുഗ്രഹിച്ചു. കണ്ണുകൾ തിരിച്ചുകൊടുത്തു. നന്ദനാരെന്ന ഭക്തനും പ്രസിദ്ധനാണ്. അദ്ദേഹം പുലയനായിരുന്നു. ശിവക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അനുവാദമില്ലായിരുന്നു. പക്ഷേ ശിവഭക്തി വലുതായിരുന്നു. അദ്ദേഹം ക്ഷേത്രത്തിന് പുറത്തുനിന്ന് ശിവനെ ധ്യാനിച്ചു. ബ്രാഹ്മണർ അവനെ അകറ്റി. പക്ഷേ ശിവൻ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, നന്ദൻ എന്റെ പ്രിയ ഭക്തനാണ്. അവൻ എന്നിൽ നിന്ന് അകന്നവനല്ല. ഇത് കാണിക്കുന്നത് ശിവന് ജാതിയോ വർഗമോ ഇല്ലെന്നാണ്. ഭക്തി മാത്രമാണ് പ്രധാനം. 63 നായന്മാരുടെ കഥകളും അതിശയകരമാണ്. സുന്ദരരായിരുന്നു അവരിലൊരാൾ. അദ്ദേഹത്തിന് ഒരാഗ്രഹമുണ്ടായിരുന്നു. ശിവനും പാർവതിയും തന്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കണം. ഒരു ദിവസം ശിവനും പാർവതിയും സാധാരണ ദമ്പതികളായി വന്നു. അവർ എല്ലാം കഴിച്ചു.
പക്ഷേ സുന്ദരരുടെ ഭാര്യയായ പരവൈത്തളിർ പാകം ചെയ്തു കഴിപ്പിച്ചു. ഇത് കണ്ട് ശിവനും പാർവതിയും സന്തോഷിച്ചു, അവരെ അനുഗ്രഹിച്ചു. സുന്ദരർ പിന്നീട് തിരുനാവുക്കരസർ എന്നു പേരായി, മഹാനായ ശൈവ സന്യാസിയായി. മാണിക്യവാചകർ മറ്റൊരു മഹാനായ ഭക്തനാണ്. അദ്ദേഹം രാജാവിന്റെ മന്ത്രിയായിരുന്നു. കുതിരകൾ വാങ്ങാൻ പോയി. പക്ഷേ ശിവൻ ഒരു ഗുരുവായി പ്രത്യക്ഷപ്പെട്ടു. മാണിക്യവാചകർ എല്ലാ പണവും ക്ഷേത്രനിർമ്മാണത്തിന് ചെലവഴിച്ചു. രാജാവ് ദേഷ്യപ്പെട്ടു, തടവിലിട്ടു. ശിവൻ കുതിരകളായി വന്ന് മാണിക്യവാചകരെ രക്ഷിച്ചു. മാണിക്യവാചകർ തിരുവാസകം എന്ന മഹാകാവ്യം എഴുതി. അപ്പർ മറ്റൊരു മഹാനായ നായന്മാരിൽ ഒരാളാണ്. അദ്ദേഹം ആദ്യം ജൈനനായിരുന്നു, പിന്നീട് ശിവഭക്തനായി. തന്റെ സഹോദരി തിലകവതിയുടെ ഭക്തി കണ്ട് മാറി. അദ്ദേഹം തമിഴ്നാട്ടിലെ എല്ലാ ശിവക്ഷേത്രങ്ങളും സന്ദർശിച്ചു, തേവാരം പാടി. തിരുമുറൈ എന്നറിയപ്പെടുന്ന ശൈവസാഹിത്യത്തിന്റെ പ്രധാന സംഭാവകരിൽ ഒരാൾ. സംബന്ധർ ബാല്യത്തിൽ തന്നെ മഹാനായ ഭക്തനായി. 3 വയസ്സിൽ ശിവൻ അവന് പാലും ജ്ഞാനവും നൽകി. അദ്ദേഹം ജൈനരാജാവിനെ ശൈവനാക്കി മാറ്റി. അനേകം അത്ഭുതങ്ങൾ ചെയ്തു. യുവാവായിരിക്കുമ്പോൾ തന്നെ ശിവലോകത്തിലേക്ക് പോയി. ശിവന്റെ ഉപദേശങ്ങൾ വളരെ ആഴമേറിയതാണ്. യോഗത്തിന്റെ ആദ്യ ഗുരുവാണ് ശിവൻ. ആദിയോഗി എന്നറിയപ്പെടുന്നു. സപ്തർഷിമാർക്ക് അദ്ദേഹം യോഗവിദ്യ പഠിപ്പിച്ചു. കൈലാസത്തിലെ കാന്തി സരോവര തീരത്തുവച്ച് 112 മാർഗങ്ങൾ പഠിപ്പിച്ചു. ഇതാണ് യോഗത്തിന്റെ ഉത്ഭവം. ശിവൻ പഠിപ്പിച്ചത് സത്യമെന്നത് എല്ലാ വൈരുദ്ധ്യങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ്. ജീവിതവും മരണവും വ്യത്യസ്തമല്ല, ഒന്നാണ്. സൃഷ്ടിയും സംഹാരവും ഒരേ ചക്രത്തിന്റെ ഭാഗമാണ്. അഹങ്കാരം നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാണ്. ഭക്തി ജാതിയും മതവും കണ്ടില്ല. പ്രകൃതിയും പുരുഷനും സമാനം. ധ്യാനം മോക്ഷത്തിലേക്കുള്ള വഴിയാണ്. എല്ലാ ജീവജാലങ്ങളിലും ശിവൻ വസിക്കുന്നു. പഞ്ചാക്ഷരമായ ഓം നമഃശിവായ ഏറ്റവും ശക്തമായ മന്ത്രമാണ്. ന ഭൂമി, മ ജലം, ശി അഗ്നി, വ വായു, യ ആകാശം. 5 ഭൂതങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. ഈ മന്ത്രം ജപിക്കുന്നത് പ്രപഞ്ചവുമായി നമ്മെ ബന്ധിപ്പിക്കുന്നു. ശിവരാത്രി ശിവനെ ആരാധിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാന ദിവസമാണ്. ഈ രാത്രി ശിവനും പാർവതിയും വിവാഹം ചെയ്ത രാത്രിയാണെന്ന് ചിലർ പറയുന്നു. മറ്റു ചിലർ പറയുന്നത് ഈ രാത്രി ശിവൻ താണ്ഡവം നൃത്തം ചെയ്ത രാത്രിയാണെന്നാണ്. എന്തായാലും ഈ രാത്രി ഉപവാസവും ജാഗരണവും ചെയ്ത് ശിവനെ ആരാധിച്ചാൽ വലിയ ഫലം ലഭിക്കും. ശിവന്റെ അവസാന പ്രവൃത്തി പ്രളയമാണ്. എല്ലാ യുഗങ്ങളുടെയും അന്ത്യത്തിൽ ശിവൻ രുദ്രരൂപത്തിൽ താണ്ഡവമാടുന്നു. പ്രപഞ്ചം മുഴുവൻ നശിക്കുന്നു. എല്ലാം ശൂന്യതയിലേക്ക് മടങ്ങുന്നു. അവിടെ വീണ്ടും ശിവൻ മാത്രം. ആദിയുമില്ലാതെ അന്ത്യമില്ലാത്ത ജ്യോതി. പിന്നീട് വീണ്ടും നടരാജനായി നൃത്തം ചെയ്യുന്നു. പുതിയ സൃഷ്ടി ആരംഭിക്കുന്നു. ഇങ്ങനെ അനന്തമായി തുടരുന്നു. ശിവനെന്ന ആശയം പഠിപ്പിക്കുന്നത് നമ്മളെല്ലാവരും ശിവന്റെ അംശമാണ്. നമുക്കുള്ളിൽ സൃഷ്ടിയുടെ ശക്തിയുണ്ട്. നമുക്കുള്ളിൽ നാശത്തിന്റെ ശക്തിയുമുണ്ട്. വൈരുദ്ധ്യങ്ങൾ സ്വീകരിക്കുക. ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളും ഉൾക്കൊള്ളുക. സന്തോഷവും ദുഃഖവും ഒരുപോലെ സ്വീകരിക്കുക. അഹങ്കാരം ഉപേക്ഷിക്കുക. എല്ലാവരോടും കരുണ കാണിക്കുക. ശിവന്റെ പാഠം ലളിതമാണ്, എന്നാൽ ആഴമേറിയതാണ്. ശിവോഹം, ഞാൻ ശിവനാണ്. നമുക്കുള്ളിലെ ദൈവത്വത്തെ തിരിച്ചറിയുക. നമുക്കുള്ളിലെ അനന്തതയെ മനസ്സിലാക്കുക. നമ്മൾ ചാരം തുടങ്ങി ചാരമായി അവസാനിക്കുന്നു. അതിനിടയിൽ നമ്മൾ ശിവനായിരിക്കാം. മഹാദേവന്റെ, ശിവന്റെ, നീലകണ്ഠന്റെ, നടരാജന്റെ, രുദ്രന്റെ, പശുപതിയുടെ കഥ ഇങ്ങനെ തുടരുന്നു. കാലത്തിനതീതമായി. ആദിയില്ല, അന്ത്യമില്ല, എന്നേക്കും. ഓം നമഃശിവായ.